ഡിസംബർ 19, 2021 തൃശ്ശൂരിലെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലോട്ട് 35 വയസ്സുള്ള രേഷ്മ ഓടിക്കതച്ചുകൊണ്ട് കയറി വരികയാണ്. 40 വയസ്സുള്ള മൻസൂർ മാലിക് എന്ന് പറയുന്ന തന്റെ ഭർത്താവിനെ 2 ദിവസമായി കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തു. പോലീസുകാർ പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തത്, അതുപോലെ തന്നെ എവിടത്തേക്കാണ് പോയത്, ഏത് ഡ്രസ്സാണ് ധരിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ചോദിച്ച് മനസ്സിലാക്കി. അവൻ എന്താണ് പണി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇവൻ്റെ വീട് വെസ്റ്റ് ബംഗാളിലായിരുന്നു. വെസ്റ്റ് ബംഗാളിൽ നിന്നും സ്വർണ്ണ പണിക്ക് വേണ്ടി നാട്ടിലോട്ട് വന്നതാണ്. തൃശ്ശൂർ വന്ന് നല്ല രീതിയിൽ തന്നെ സ്വർണം ഉരുക്കി അതുപോലെ തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ നല്ല പ്രഗത്ഭനായിരുന്നു മൻസൂർ. പിന്നീട് കുറച്ച് വർഷങ്ങളോളം ഒരുത്തൻ്റെ കീഴിൽ വർക്ക് ചെയ്ത് പിന്നീട് സ്വന്തമായിട്ട് ഇവൻ തുടങ്ങുകയാണ്. നല്ല തരത്തിൽ തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂരിലുള്ള ഓൾമോസ്റ്റ് അവിടെയുള്ള ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന ഒരാളായിരുന്നു മൻസൂർ മാലിക് എന്ന് പറയുന്ന ഇവൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നേ ദിവസം ഇവന് ആർക്കാണ് ഈ ഓർഡർ എടുത്തത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയാണ്. ഈ സ്വർണത്തിന് വേണ്ടി ഈ സ്വർണം കച്ചവടത്തിന് വേണ്ടി ഇറങ്ങി എന്നായിരുന്നു രേഷ്മ പോലീസുകാരോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവ സ്വർണം സപ്ലൈ ചെയ്യുന്ന എല്ലാ കടകളിലും പോലീസുകാർ കയറി അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച ടൈമിലായിരുന്നു പോലീസുകാർക്ക് പലതരത്തിലുള്ള കാര്യങ്ങളും മനസ്സിലാകുന്നത്. അന്നേ ദിവസം അവരാരും ഇവൻ്റെ അടുത്ത് ഓർഡറിനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു തരത്തിലും ഓർഡറും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. പിന്നീട് ഇവൻ എവിടെയാണ് പോയത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ പോലീസുകാർ നടത്തി വരികയാണ്. അതായത് ഈ സ്വർണ്ണപ്പീടികയിലുള്ള ആളുകളുമായിട്ട് ചെറിയ രീതിയിലുള്ള വഴക്കുണ്ടായി. അത് പിന്നീട് ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലായിട്ട് ഇവനെ കൊലപാതകം ചെയ്തതാണോ എന്ന രീതിയിലുള്ള കാര്യം പോലീസുകാരുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ പോയിട്ട് പിന്നീട് 2-3 തവണ ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇവളെ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം അവിടെ 2 മക്കളെ കണ്ടു. ഇവനിക്ക് 2 മക്കളുണ്ട്. മക്കളെ അടുത്ത് പോലീസുകാർ നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു, അച്ഛൻ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഒരാഴ്ച മുമ്പേ അച്ഛൻ വീട്ടിൽ നിന്നും പോയായിരുന്നു. അച്ഛൻ വെസ്റ്റ് ബംഗാളിലോട്ടാണ് പോയത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ 2 മക്കളും പറഞ്ഞു. പക്ഷേ 2 ദിവസമായിട്ട് തൻ്റെ ഭർത്താവിനെ കാണുന്നില്ല എന്നായിരുന്നു ഇവൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്ത കേസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ വിളിച്ച് രണ്ടാമതും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. മക്കൾ പറഞ്ഞല്ലോ ഒരാഴ്ചയായിട്ട് അച്ഛനെ ഇവിടെ നിന്ന് കാണുന്നില്ല, അവർ വെസ്റ്റ് ബംഗാളിലോട്ട് പോയി എന്ന തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ ഞങ്ങളടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഒരാഴ്ചയായിട്ട് പോയായിരുന്നു, ഒരാഴ്ച വെസ്റ്റ് ബംഗാളിലോട്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഇവിടുന്ന് സ്വർണത്തിൻ്റെ പണിയും വിൽപ്പനയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തിനെ വിളിക്കുന്ന ടൈമിലായിരുന്നു 2 ദിവസം മുമ്പേ ഇദ്ദേഹത്തിന് ഫോണിൽ യാതൊരു തരത്തിലും ഫോൺ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും വരുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാരോട് വിവരിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തത് എന്ന തരത്തിലുള്ള കാര്യം പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ നമ്പർ മനസ്സിലാക്കി പിന്നീട് നമ്പറിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തു നോക്കി. അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് അവസാനമായിട്ട് ഇവരെ വീട്ടിൽ തന്നെയാണ് ഇവൻ്റെ ഫോൺ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. ഈ മക്കൾ പറഞ്ഞ അതേ ദിവസം തന്നെയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തത്. അതിൻ്റെ മേൽ തന്നെ ഈ രേഷ്മയുടെ മേൽ വളരെയധികം വലിയ രീതിയിലുള്ള സംശയം പോലീസുകാർക്ക് വരികയാണ്. പിന്നീട് പോലീസുകാർ വീട്ടിലെത്തിയതിനു ശേഷം മക്കൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. വെസ്റ്റ് ബംഗാളിലോട്ട് എപ്പോഴാണ് അച്ഛൻ പോയത്, നിങ്ങൾ അച്ഛനെ കണ്ടു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഒരാഴ്ച മുമ്പേ ഞങ്ങൾ രാത്രി അച്ഛനെ കണ്ടിട്ട് ഞങ്ങൾ താഴത്തെ റൂമിൽ കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് അച്ഛൻ വെസ്റ്റ് ബംഗാളിലോട്ട് പോയി എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങളടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ പലതരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വീട്ടിൻ്റെ പുറത്തോട്ട് ഞങ്ങളെ കളിക്കാൻ വിടുന്നില്ല, അത് കുറച്ച് ദിവസമായി എന്ന് പറഞ്ഞു. അത് എത്ര ദിവസമായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ ഏകദേശം വെസ്റ്റ് ബംഗാളിലോട്ട് പോയതിന് ശേഷമാണ് വീട്ടിൻ്റെ വേക്കിലോട്ട് ഞങ്ങളെ കളിക്കാൻ വിടാത്തത് എന്ന തരത്തിലുള്ള കാര്യം പറയുകയാണ്. പിന്നീട് പോലീസുകാർ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം വിളിച്ചതിന് ശേഷം ഇവരെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെല്ലാം വിളിച്ചതിന് ശേഷം വീട്ടിൻ്റെ വേക്ക് പോവുകയാണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലും കൂട്ടത്തിൽ വിളിച്ചായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ മണ്ണിളകിയ രീതിയിൽ മാത്രം ഒരു സ്ഥലത്ത് മാത്രം മണ്ണിളകിയ രീതിയിൽ കാണുകയാണ്. അവിടെ പോലീസുകാർ കുഴിച്ചു നോക്കുമ്പോൾ ബെഡ്ഷീറ്റിൽ ഇവൻ്റെ ബോഡി അഴുകിയ രീതിയിൽ കാണാൻ കഴിഞ്ഞു പോലീസുകാർക്ക്. പെട്ടെന്ന് തന്നെ രേഷ്മയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുള്ള വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഈ മൻസൂർ മാലിക് ഈ സ്വർണ്ണപ്പണി തുടങ്ങിയതിന് ശേഷം, അതായത് സ്വന്തമായിട്ട് സ്വർണ്ണപ്പണി തുടങ്ങിയതിന് ശേഷം ഒറ്റയ്ക്ക് ഇവനിക്ക് ഈ പരിപാടികളെല്ലാം കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വെസ്റ്റ് ബംഗാളിലോട്ട് പോവുകയാണ്. വെസ്റ്റ് ബംഗാളിലോട്ട് പോയതിന് ശേഷം 30 വയസ്സുള്ള തൻ്റെ കുടുംബത്തിൽ തന്നെ പെടുന്ന ബീരു എന്ന് പറയുന്ന ഒരുത്തനെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഇവർ 2 പേരുമായിട്ട് പിന്നീട് പണിയെടുത്തത്. ബീരുക്ക് വേറെ സ്ഥലത്ത് വാടകയ്ക്കാണ് സ്ഥലം കൊടുത്തത്. അതുപോലെ തന്നെ ഇവനും വാടകയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടയും വേറെ സ്ഥലത്ത് വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള
ചിലവായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനൊരു കാര്യം ചിന്തിച്ചു. മാലിക് ഒരു കാര്യം ചിന്തിച്ചിട്ട് വിചാരിക്കുകയാണ്, ഇത് മൂന്നും കൂടി ഒരു സ്ഥലത്താകുകയാണെങ്കിൽ എനിക്ക് ലാഭം ഉണ്ടാക്കാം. അതായത് മൂന്നിനും വേണ്ടിയിട്ട് വാടക വേറെ വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവൻ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 2 നിലയുള്ള ഒരു വീട് ഇവൻ വാടകയ്ക്ക് എടുത്തു. വാടകയ്ക്ക് എടുത്തതിന് ശേഷം മുകളിൽ ഇവനും ഇവൻ്റെ ഫാമിലിയും താമസിക്കാൻ തുടങ്ങിയാണ്. അടിയിൽ സ്വർണ്ണപ്പീടിയും അതുപോലെ തന്നെ അതിലുള്ള ഒരു റൂമിൽ ഇവൻ്റെ ബീരു എന്ന് പറയുന്ന ഇവൻ്റെ കുടുംബത്തിൽ പെടുന്ന ഇവനിക്കും കൂടി കൊടുക്കുകയാണ്. അവിടെ സ്വർണ്ണപ്പണി എടുക്കാൻ വേണ്ടി വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ കുറച്ച് കാലങ്ങളോളം സ്വർണ്ണപ്പണി എടുക്കാൻ തുടങ്ങി. ഇവനിക്ക് ഇങ്ങനെ സ്വർണ്ണപ്പണിയും കാര്യങ്ങളൊക്കെ എടുക്കുമെങ്കിലും മാലിക്ക് മദ്യപിച്ചിട്ട് ചില ടൈമിന് വീട്ടിലോട്ട് വരുത്ത് പതിവായിരുന്നു. ഈ മദ്യപിച്ച് വരുന്ന ടൈമിന് രേഷ്മ അവൻ്റെ അടുത്ത് കേർത്ത് സംസാരിക്കും. രണ്ടുപേരും പിന്നീട് വളരെയധികം വലിയ രീതിയിൽ ഒച്ചയും കാര്യങ്ങളെല്ലാം ആയിട്ട് വീട്ടിൽ നിന്ന് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു വയക്കാവുന്ന ടൈമിന് മാലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കായിരുന്നു പതിവ്. ഇവൻ മാലിക്ക് താഴെ സ്വർണ്ണപ്പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നിടത്ത് താഴെ ഉണ്ടോ എന്ന് രേഷ്മ പതുക്കെ വന്ന് താഴെ നോക്കുന്ന ടൈമിന് മാലിക്കിനെ കാണാൻ കഴിയില്ല. ഇവൻ വെസ്റ്റ് ബംഗാളിൽ നിന്നും കൊണ്ടുവന്ന ഇവൻ്റെ കുടുംബക്കാരനായ ബീരുവിനെ മാത്രമായിരുന്നു കാണാൻ കഴിയുള്ളൂ. അന്നേരം ബീരുവിൻ്റെ അടുത്തുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയാണ്. ഡെയിലി ഇങ്ങനെ മദ്യപിച്ച് വന്ന് ഇങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കാണ് പതിവ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ പതിവാകാൻ തുടങ്ങിയാണ്. അങ്ങനെ ബീരുവിൻ്റെ അടുത്ത് ഈ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് ഈ ബീരുക്കാണെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ വേറെ കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും വേറെ തരത്തിലുള്ള ബന്ധത്തിലോട്ട് പോവുകയാണ്. ഇവർ സ്വർണ്ണ കച്ചവടത്തിന് വീട്ടിൽ നിന്ന് പോകുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് വരെ കടക്കാൻ തുടങ്ങിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ മദ്യപിച്ച് വരുമ്പോൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രേഷ്മ ഇവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും. പിന്നീട് രണ്ടുപേരും ഒരുമിച്ചിട്ടായിരുന്നു റൂം ഉണ്ടായിരുന്നത്. ബീരും അതുപോലെ തന്നെ രേഷ്മ ഒരുമിച്ചായിരുന്നു പിന്നീട് റൂമുകൾ പങ്കുവെക്കുന്നത്. ഡിസംബർ 12-ാം തീയതി ഇവർ വേറെ തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അതായത് അതിനു മുമ്പേ തന്നെ പ്ലാൻ ചെയ്തു, നമുക്ക് രണ്ടുപേർക്കും ഇനി ഒരുമിച്ച് തന്നെ ഇവിടെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മാലിക്കിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടുപേർക്കും കിട്ടും. നിനക്കിപ്പോൾ സ്വർണ്ണപ്പണിയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നോക്കി നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ബാക്കിയുള്ള സ്വത്തും കാര്യങ്ങളും എനിക്ക് കിട്ടുമെന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡിസംബർ 12-ാം തീയതി ഇവൻ വൈൻ ഷോപ്പ് പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കള്ളും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് വന്നു. ഇവൾ 2 മക്കളും ഉറക്കിയതിന് ശേഷം ഈ ബീരുവിൻ്റെ താഴത്തെ റൂം കൊണ്ടുപോയി കടത്തി ഉറക്കിയതിന് ശേഷം ഇവർ രണ്ടുപേരും മദ്യപിക്കുകയാണ്. മാലിക്കും ബീരും മദ്യപിക്കുകയാണ്. ഈ ബീര് പരമാവധി കുറച്ചായിരുന്നു മദ്യപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മാലിക്കിന് പരമാവധി കൂടുതൽ മദ്യം ഒഴിച്ചൊഴിച്ചു കൊടുത്തു. ഇവൻ വളരെയധികം പൂസായി അവിടെ വീണു. ഇവർ രണ്ടുപേരും ഇരുമ്പ് പടി വെച്ച് ഇവൻ്റെ തലക്കടിച്ച് രണ്ടുപേരും തലയോട്ടി അടിച്ച് പൊളിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞിട്ട് വീടിൻ്റെ ബാക്ക് വശത്തോട്ട് ഇവൻ്റെ ബോഡി കൊണ്ടുവന്നു. രണ്ടുപേരും അവിടെ കുഴിച്ചിടുകയാണ്. പിന്നീട് അവിടെ വന്ന് ഹാളിൽ വന്നിട്ട് ഹാള് മുഴുവൻ വൃത്തിയാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഉള്ള തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ പോലീസുകാർ എടുക്കുകയും പിന്നീട് ബീരുവിനും അതുപോലെ തന്നെ രേഷ്മയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.